അവന് അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാതായോ എന്ന് നാട്ടുംപുറത്തെ പഴമക്കാർ പറയുന്നത് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ വാക്കുകൾക്കും അപ്പുറത്താണ് മലയാളിയുടെ ലൈംഗിക വൈകൃതമെന്ന് ഞങ്ങളോട് സംസാരിച്ച അമ്മൂമ്മമാർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ശ്വാസം നിലച്ചു പോകുന്ന നിശബ്ദതയിൽ കേൾക്കണം. രാത്രിയാകുമ്പോഴാണ് പിടിക്കും. അപ്പൊ മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കാൻ വന്നെടുക്കും. എന്നിട്ട് കൊണ്ടുപോയി ആക്രമിക്കും. ഇപ്പോഴും ചിലപ്പോഴൊക്കെ കയറി വരും. പിടിക്കാൻ വരുമോ? ഉപയോഗിക്കാൻ വരുമോ? വാ, എന്നാലും നമ്മള് അപ്പുറം അപ്പുറമൊക്കെ ചെന്നിരുന്നു. പണ്ടങ്ങാണ്ട് ഉപയോഗിച്ചല്ലോ. ഓ, എത്ര? 2-3 പ്രാവശ്യം. ഓ, നമ്മളെല്ലാം ദൈവത്തിന്. അനിയത്തിയും ഉപയോഗിച്ചല്ലോ. ഏലോ അടിക്കാനൊക്കെ വന്ന് കാറി കിടന്നൊക്കെ ഒരു വാങ്ങിച്ചോണ്ടൊക്കെ പോകും. വല്ല അഴുക്ക രീതിയിൽ ഉപയോഗിച്ചില്ലേ? തീർന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ നിന്റെ മൂത്ത മോളെ, എന്റെ മൂത്ത മോളെ നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്, അല്ലാതെ എന്നെ കൂടെ നിനക്ക് ഞാൻ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, നിനക്കെന്തൊരു കാര്യം എന്നെ ചരിത്തൊട്ട് കളിക്കാൻ? നിനക്ക് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിലിപ്പോൾ യാതൊരു ഇതുമില്ല. മരുമോനെന്നുള്ളൊരു നിലയിൽ ഇനിയിപ്പോൾ ഇല്ല. ലാളിച്ച് വളർത്തിയെടുത്ത കൊച്ചുമകന്റെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ ഒരു അമ്മൂമ്മ പേരക്കുട്ടി വീണ്ടും സമീപിച്ചപ്പോൾ എതിർത്തതിന് മർദ്ദനമായിരുന്നു മറുപടി. തവിയില്ലേ, ചോറ് വിളമ്പുന്ന തവി, അത് വെച്ച് എല്ലാം അടിക്കും. റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.